ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് കുഞ്ഞുങ്ങൾക്കുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ മഞ്ഞുകാലമായി കഴിഞ്ഞാൽ ഭയങ്കര കഫക്കെട്ടും ചുമയും വിട്ടുമാറാത്ത ചുമ ചില കുഞ്ഞുങ്ങൾക്ക്. എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും ഒരു മാറ്റം ഇല്ലാതെ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കുറച്ച് ആശ്വാസം കിട്ടും. വീണ്ടും ആ മരുന്ന് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആൾക്കാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിനുള്ളൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ ഫലപ്രദമായിട്ടുള്ളതാണ്. നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്കത് ഗുണം കാണുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളിങ്ങനെ വല്ലാതെ കഫക്കെട്ടും ചുമയായിട്ട് കാണുമ്പോൾ ഒക്കെ ഞാൻ ഈ ടിപ്പ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആടലോടകമാണ്. ആടലോടകം തന്നെ വലുതും ചെറുതും ഉണ്ട്. അതിൽ ചെറിയ ആടലോടകം എടുക്കണം. ഒരുപാട് പിന്നെ ആസ്മയ്ക്കും കഫക്കെട്ടിനും ചുമയ്ക്കും അതുപോലെ ദഹന പ്രശ്നങ്ങൾക്കും ഒക്കെ ഉള്ള ഔഷധമാണ് ഈ ആടലോടകം. ഒരുപാട് മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ആടലോടകം. അതുപോലെ ചെറുതേൻ, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ വലിയവർക്കുള്ള ടിപ്പ് ഇട്ടപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചെറുതേൻ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മരുന്നുകൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ചെറുതേനാണ്. അത് ഈ ആയുർവേദ കടകളിൽ ചെറുതേൻ കിട്ടും, അത് നല്ല ചെറുതേനാണ്. അതുപോലെ തന്നെ ഇഞ്ചി ഒരു ആൻറ്റിബയോട്ടിക് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ആടലോടകം വാട്ടിയെടുക്കണം. ഇതിപ്പോ ഞാൻ ഇവിടെ എനിക്കിതിൻ്റെ ചെടിയുണ്ട്. അതിൽ നിന്ന് ഞാൻ ഇല പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്ന് കഴുകി കുടഞ്ഞു വെച്ചേക്കണതാണ്. ഇനി ഇത് വാട്ടിയെടുക്കണം. ഇതാ ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ അപ്പത്തട്ട് വെച്ച് അതിൻ്റെ മുകളിലിട്ടിട്ട് വാട്ടിയെടുക്കണം. യാതൊരു കാരണവശാലും ഇത് തീയുടെ മുകളിൽ കാണിച്ച് വാട്ടരുത്. അതുപോലെ കാലി പാത്രത്തിൽ വെച്ചിട്ട് വാട്ടരുത്. ഇത് ഡ്രൈ ആയി പോയാൽ ഇതിൻ്റെ നീര് കിട്ടില്ല. ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വേണം ഇത് വാട്ടിയെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഇത് നല്ല പോലെ വാട്ടി എടുക്കണം. എന്നാലാണ് ഇതിൻ്റെ നീര് കിട്ടുള്ളൂ. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം വേണം ഇല ഇട്ട് കൊടുക്കാനായിട്ട്. ഇതൊരു 5 മിനിറ്റ് വേണ്ടി വരില്ല. ഒരു 3-4 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വാടിക്കിട്ടും. നല്ലപോലെ വാടിക്കിട്ടണം. ഈ പച്ചപ്പൊക്കെ പോയി നല്ലപോലെ വാടിക്കിട്ടണം. എന്നാലേ ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീര് കിട്ടുള്ളൂ. ഇത് ഏകദേശം വാടിയിട്ടുണ്ട്. ഇപ്പോൾ 3 മിനിറ്റോളമായി. ഒരു കുറച്ചും കൂടെ ഒന്ന് വാടാനുണ്ട്. ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ആടലോടകം. ഇത് കിട്ടാവുന്നവര് എല്ലാം ഇത് വീടുകളിൽ ചെടി നമ്മൾ നട്ടു വളർത്തുന്ന പോലെ തന്നെ കൊച്ചുകുട്ടികളുള്ള വീടുകളിലെല്ലാം ഇത് നട്ടു വളർത്തണം. ഇത് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് ആടലോടകം. ഇത് വാടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിത് എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കാം. ഇത് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതയ്ക്കുന്ന ഒരു കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ചതച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീരെടുക്കണം. ഇതിൽ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ഇല ആദ്യമേ തന്നെ കഴുകി കുടഞ്ഞെടുത്തിട്ട് വെള്ളമൊക്കെ കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം വാട്ടാനായിട്ട്. വാട്ടുമ്പോൾ ഒരിക്കലും വെറും പാത്രത്തിലിട്ട് വാട്ടരുത്. അത് ഇല ഉണങ്ങിപ്പോവും, പിന്നെ നീര് കിട്ടില്ല. എപ്പോഴും ഇതുപോലെ ഒന്നുകിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് ആ പാത്രത്തിൽ വെച്ചിട്ട് വാട്ടിയെടുക്കുക. അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇലയിട്ട് വാട്ടിയെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള നീര് ഇതിൽ നിന്ന് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ചതഞ്ഞിട്ടുണ്ട്.
നല്ല പോലെ ചതക്കണം, എന്നാലേ അതിൻ്റെ നീര് കിട്ടുള്ളൂ. കുറച്ച് ഇലയുള്ളത് മിക്സിയിലിട്ട് അടിച്ചാൽ നമുക്ക് അരിഞ്ഞ് കിട്ടില്ല. അതിൽ നല്ലത് ഇതുപോലെയുള്ള ഒരു കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കണം നല്ലത്. ഇതിപ്പോൾ ചതഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. കൂടുതൽ നീര് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇല എടുക്കേണ്ടി വരും. ഇതിപ്പോൾ ആവശ്യത്തിന് നീര് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു സ്പൂണിൽ കോരിയെടുക്കുക, അളന്നെടുക്കുക. ഇതിപ്പോ ഒരു സ്പൂണ് നീര് കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി അതേ സ്പൂണിൽ തന്നെ അതേ അളവ്, ഇപ്പൊ നമുക്കിത് നീര് എത്ര കിട്ടിയിട്ടുണ്ടോ അതേ അളവ് തേൻ കണ്ട, അതേ അളവ് തേൻ ഈ നീരിൻ്റെ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുക. നല്ല പോലെ മിക്സ് ചെയ്യുക. നമ്മൾ എത്ര അളവ് നീരെടുത്ത് ആടലോടകത്തിൻ്റെ നീരെടുത്തോ അത്ര അളവ് തന്നെ തേനും എടുക്കുക. രണ്ടും കൂടി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇത് ചുമ മാത്രമുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കുക. ഈ ആടലോടകത്തിൻ്റെ നീരും തേനും സമാസമം എടുത്തിട്ട് മിക്സ് ചെയ്ത് 2 നേരവും കൊടുക്കുക. കാലത്തും വൈകിട്ടും കൊടുക്കുക. ചുമ പിടിച്ചു കെട്ടിയ പോലെ നിൽക്കും. ഇനി ഈ കഫ ഇളകി പോവാൻ ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം. അത് നമ്മൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ആദ്യമേ കാണിച്ചപ്പോൾ തന്നെ കണ്ടു, ഇഞ്ചി. ഈ ഇഞ്ചി ചതച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇഞ്ചി ചതച്ചെടുത്ത് ചതച്ച് പിഴിഞ്ഞെടുത്ത നീരാണിത്. ഇനി ഇത് ചെയ്യേണ്ടത് ഈ ആടലോടകത്തിൻ്റെ നീരും തേനും മിക്സ് ചെയ്തത് ചുമ മാത്രമുള്ള കുട്ടികൾക്ക് കൊടുക്കുക. ചുമയും വിട്ടുമാറാത്ത കഫക്കെട്ടുള്ള കുട്ടികൾക്ക് ഈ ആടലോടകത്തിൻ്റെ നീരും തേനും മിക്സ് ചെയ്തതിലേക്ക് അതേ അളവിൽ 1 സ്പൂണ് ഇഞ്ചി നീരും കൂടെ മിക്സ് ചെയ്യുക. കണ്ടോ, നമ്മൾ എല്ലാം ഒരേ അളവിലെടുക്കുക. ആടലോടകത്തിൻ്റെ നീരും തേനും ഇഞ്ചി നീരും എല്ലാം ഒരേ അളവിലെടുക്കുക. വിട്ടുമാറാത്ത കഫക്കെട്ടുള്ള കുട്ടികൾക്ക് ഈ ഇഞ്ചി നീരും കൂടെ ചേർത്ത് ഇത് 3ഉം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 2 നേരം കൊടുക്കുക. കാലത്തും വൈകിട്ടും 2 നേരം കൊടുക്കുക. കുട്ടികൾക്ക് പിടിച്ചു കെട്ടിയ പോലെ ചുമ നിൽക്കുകയും ചെയ്യും. അവരുടെ കഫ എല്ലാം ഡ്രൈ കഫ്, ചില കുട്ടികൾക്ക് ഭയങ്കര ഡ്രൈ കഫാണ്. അത് ഇളകി പോകണമെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇളകിപ്പോകും. ഇതൊരു 3 ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കഫക്കെട്ടും, ഏത് വിട്ടുമാറാത്ത കഫക്കെട്ടും മാറിക്കിട്ടും. ആടലോടകത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. പിന്നെ ഈ ആടലോടകത്തിൻ്റെ ഇലയും വേരും പൂവും എല്ലാം ഒരുപോലെ ഔഷധ ഗുണമുള്ളതാണ്. ആസ്മ രോഗികൾക്ക്, പിന്നെ നെഞ്ചിൽ വിമ്മിഷ്ടമുള്ളവർക്കൊക്കെ കഴിക്കാവുന്ന മരുന്നാണിത്. അവർക്ക് കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്ന മരുന്നാണ് ഇത്. കൊച്ചു കുട്ടികൾക്കാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. അവർക്ക് വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും ഉണ്ടെങ്കിൽ ഇത് ഒരു 3 ദിവസം അടുപ്പിച്ച് കൊടുക്കുക. കാലത്തും വൈകിട്ടും ഡെയിലി കൊടുക്കണം. വേറെ പ്രത്യേകിച്ച് ഇതിന് പഥ്യങ്ങളൊന്നും ഇല്ല. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും. കുട്ടികൾക്ക് ചുമയൊക്കെ പിടിച്ചു കെട്ടിയ പോലെ നിൽക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ആടലോടകത്തിൻ്റെ ഇല വാട്ടിയെടുക്കുന്നത് എപ്പോഴും ഒന്നുകിൽ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് വാട്ടിയെടുക്കാവുള്ളൂ. നേരിട്ട് പാത്രത്തിൽ വെച്ചിട്ട് വാട്ടിയെടുത്താൽ ഇതിൻ്റെ നീര് കിട്ടില്ല.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം. ഇനി നമുക്ക് പൊടിച്ചുപയോഗിക്കാം. ഈ ആടലോടകത്തിന്റെ ഇല നമുക്ക് പൊടിച്ചുപയോഗിക്കാം. ഇത് തണലത്തിട്ട് ഉണങ്ങിയെടുക്കുക. തണലത്ത്, വെയിലത്തിട്ട് ഉണങ്ങരുത്. ആടലോടകത്തിന്റെ ഇല കൂടുതൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളത് തണലത്തിട്ട് ഉണങ്ങിയെടുത്തിട്ട് പൊടിച്ചു വെക്കുക. പൊടിച്ചൊരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കുരുമുളക്, പിന്നെ ജീരകം, നല്ല ജീരകം, കൽക്കണ്ടം, അതുപോലെ വറുത്തു പൊടിച്ച അരിപ്പൊടി. വറുത്തു പൊടിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടയരി കഴുകി വറുത്തു പൊടിച്ച് അതും കൂടി മിക്സ് ചെയ്ത്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ചെപ്പിലാക്കി വെച്ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാം. ചുമയും കഫക്കെട്ടും ഉള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാവുന്ന സാധനമാണ്. അത് വിദേശത്തേക്ക് പോകുന്നവർക്ക് വരെ കൈ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതിന് എന്തൊക്കെ സാധനമാണെന്ന് ഒന്നുകൂടെ പറയാം. ആടലോടകത്തിന്റെ ഇല തണലത്തിട്ട് ഇട്ട് ഉണങ്ങി പൊടിച്ചത്, പിന്നെ കുരുമുളക്, നല്ല ജീരകം, അതുപോലെ മട്ടയരി കഴുകി വറുത്തു പൊടിച്ചത്, ഇതെല്ലാം തുല്യ അളവിൽ എടുത്തിട്ട് അത് മിക്സ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ അത് പൊടി കുറേശ്ശെ എടുത്ത് തേനിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ കൽക്കണ്ടവും കൂടി അതിൻ്റെ കൂടെ പൊടിച്ചു വെക്കുകയാണെങ്കിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വിദേശത്തേക്ക് പോകുന്നവർക്കൊക്കെ ഒരു ചെപ്പിലാക്കി കൊണ്ടുപോയാൽ കുറേ നാളത്തേക്ക് ഇരിക്കും. കഫക്കെട്ടും ചുമയൊക്കെ വരുമ്പോൾ അത് ഓരോ സ്പൂൺ എടുത്ത് കഴിച്ചാൽ മതി. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളിത് ലൈക്ക്, കമൻറ്റ് തരണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളെല്ലാവർക്കും, ഈ കഫക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് ഇത്. നമുക്ക് വേറെ യാതൊരു സൈഡ് ഇഫക്റ്റ് ഇതുകൊണ്ട് വരില്ല. ധൈര്യമായിട്ട് എല്ലാവർക്കും കഴിക്കാം. കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.